പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം നമ്മളുടെ നാട്ടിൽ തുടർക്കഥയായി മാറുകയാണ്. ഹരിയാനയിലെ യമുന നഗറിൽ നിന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതായത് 11 വയസ്സുള്ള പെൺകുട്ടി ഒരമ്മയായിരിക്കുന്നു. നമ്മളുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 2026 മെയ് മാസത്തില് കുട്ടിക്ക് വയറുവേദനയായി ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടി 7 മാസം ഗർഭിണിയാണ്. ഈ സമൂഹത്തിലല്ലാതെ കുട്ടികളെ നമുക്ക് വേറൊരു പെട്ടിയിൽ അടിച്ചിട്ട് ശൂന്യാകാശത്ത് വിട്ട് വളർത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 7 വയസ്സ് മുതൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞതാണ്, ഈ പീഡിപ്പിച്ച ഈ ചെറ്റ പറഞ്ഞതാണ് കൊന്നു കളയുന്നത്. കുട്ടി പേടിച്ചു. ആ കുട്ടി ഒന്നും ആരോടും പറഞ്ഞില്ല. അങ്ങനെ ആ കുട്ടീനെ ഇപ്പോ അവിടുത്തെ ശിശുക്ഷേമ വകുപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾക്കും അത് സമ്മതമാണ്. കാരണം ഈ 11 വയസ്സായ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പാല് കൊടുക്കാൻ പോലും പറ്റൂല, ഒന്ന് കുളിപ്പിക്കണം, അങ്ങനെ എന്തൊക്കെ ചെയ്യണം? ഈ 11 വയസ്സ് കളിച്ചു നടക്കുന്ന പ്രായം. നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തു. അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ലോക്കപ്പിലേക്ക് വിട്ടിരിക്കുകയാണ്. അവനെ വെടിവെച്ച് കൊല്ലണം. നിയമം അങ്ങനെ ശക്തമാകണം. അതായത് കുട്ടികളെ തൊട്ടവനെ തട്ടണം. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാക്കണം. ആ കുട്ടിക്ക് നീതി കിട്ടണം. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം നമ്മളുടെ നാട്ടിൽ തുടർക്കഥയായി മാറുകയാണ്. ഹരിയാനയിലെ യമുന നഗറിൽ നിന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതായത് 11 വയസ്സുള്ള പെൺകുട്ടി ഒരമ്മയായിരിക്കുന്നു. നമ്മളുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 2026 മെയ് മാസത്തില് കുട്ടിക്ക് വയറുവേദനയായി ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടി 7 മാസം ഗർഭിണിയാണ്. ഈ സമൂഹത്തിലല്ലാതെ കുട്ടികളെ നമുക്ക് വേറൊരു പെട്ടിയിൽ അടിച്ചിട്ട് ശൂന്യാകാശത്ത് വിട്ട് വളർത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 7 വയസ്സ് മുതൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞതാണ്, ഈ പീഡിപ്പിച്ച ഈ ചെറ്റ പറഞ്ഞതാണ് കൊന്നു കളയുന്നത്. കുട്ടി പേടിച്ചു. ആ കുട്ടി ഒന്നും ആരോടും പറഞ്ഞില്ല. അങ്ങനെ ആ കുട്ടീനെ ഇപ്പോ അവിടുത്തെ ശിശുക്ഷേമ വകുപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾക്കും അത് സമ്മതമാണ്. കാരണം ഈ 11 വയസ്സായ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പാല് കൊടുക്കാൻ പോലും പറ്റൂല, ഒന്ന് കുളിപ്പിക്കണം, അങ്ങനെ എന്തൊക്കെ ചെയ്യണം? ഈ 11 വയസ്സ് കളിച്ചു നടക്കുന്ന പ്രായം. നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തു. അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ലോക്കപ്പിലേക്ക് വിട്ടിരിക്കുകയാണ്. അവനെ വെടിവെച്ച് കൊല്ലണം. നിയമം അങ്ങനെ ശക്തമാകണം. അതായത് കുട്ടികളെ തൊട്ടവനെ തട്ടണം. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാക്കണം. ആ കുട്ടിക്ക് നീതി കിട്ടണം.